ഹലോ എവരിവൺ. കഴിഞ്ഞ ദിവസം USS എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് ആളുകളുടെ മെസ്സേജ് വരുന്നുണ്ട്. കുറേ സ്റ്റുഡൻസൊക്കെ അവർക്ക് USS കിട്ടിയതിൻ്റെ ഒരു സന്തോഷം അത് നമ്മളോട് ഷെയർ ചെയ്യാനാണ് മെസ്സേജ് ചെയ്യുന്നതെങ്കിൽ, വേറെ ഒരുപാട് ആളുകൾ ജസ്റ്റ് ഒരു മാർക്ക് പോയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ 2-3 മാർക്കുകൾ വരെ പോയതിൻ്റെ പേരിൽ USS നഷ്ടപ്പെട്ടതിൻ്റെ, മിസ്സായതിൻ്റെ ആ ഒരു സങ്കടം പറയാൻ വേണ്ടിയിട്ടാണ് കുറേ ആളുകൾ കോൺടാക്ട് ചെയ്യുന്നത്. പക്ഷേ അവരോടൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടുണ്ടാവും അല്ലേ, ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ദിവസങ്ങൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ചിലപ്പം എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് 1-2 മാർക്ക് കാരണമൊക്കെ നമുക്ക് മിസ്സായിട്ടുണ്ട്. യൂഷ്വലി നമ്മുടെ എല്ലാ കോമ്പറ്റീഷൻസും അങ്ങനെ തന്നെയാണ് അല്ലേ. നമ്മൾ ഈ ഒരു റേസിൽ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് ട്രൈ ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമ്മൾ വളരെ ചെറിയ മിസ്റ്റേക്സ് കാരണം ചിലപ്പോൾ നമ്മളൊക്കെ പുറകിലായി പോകും. പക്ഷേ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അല്ലേ, ആ ഒരു പോയിൻ്റ്, നമ്മൾ ആ ഒരു പുറകിലാവുന്ന പോയിൻ്റ് നമുക്കൊരു റിയലൈസേഷൻ ഉള്ള ഒരു പോയിൻറ്റും കൂടിയാണ്. അത് എന്തുകൊണ്ടാണ് നമുക്കത് മിസ്സായത്. ഇനി ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഇനി നിങ്ങൾക്കൊരു USS എക്സാം കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ആ ഒരു മിസ്റ്റേക്ക് എങ്ങനെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുക, അത് നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന ഒരു ടൈമാണിത്. എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരിക്കും, ഒരു ഡെസ്പായി നിൽക്കുന്ന ഒരു സമയമായിരിക്കും, എനിക്കറിയാം. പക്ഷേ ഇതെല്ലാവരും, ഞാനടക്കമുള്ള അല്ലെങ്കിൽ എല്ലാ ആളുകളും പോകുന്ന അല്ലെങ്കിൽ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. പല എക്സാമുകളിലും നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടാതിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ അവിടെ എത്തിപ്പെടാൻ പറ്റാതിരിക്കുക, ഇതൊക്കെ എല്ലാവരും ലൈഫിലൂടെ പോകുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പോസിറ്റീവ് നോട്ട് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ട്രൈ ചെയ്താൽ അതായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി USS എക്സാം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് XandY Learning ഒരു എക്സാം അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മാത്ത് ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ നമ്മൾ അനൗൺസ് ചെയ്യുകയാണ്. 100 rupees മുതൽ 10,000 rupees വരെ സ്കോളർഷിപ്പ് വേരി ചെയ്യുന്ന, പല ആളുകൾക്കും പല രീതിയിൽ സ്കോളർഷിപ്പുകൾ ഓഫർ ചെയ്യുന്ന ഒരു എക്സാമാണ് മാത്ത് ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ. അപ്പോൾ നിങ്ങൾ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അത് USS എക്സാമിൽ വേണ്ടത്ര രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് നമ്മൾ ഒരു അവസരം കൂടി തരാൻ പോവാണ്. അതാണ് XandY Learningൻ്റെ മാത്ത് ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു എക്സാമിനേഷൻ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൻ്റെ ഡേറ്റ് എന്താണെന്നും എങ്ങനെയാണ് അത് അറ്റൻഡ് ചെയ്യേണ്ടതും അതിൻ്റെ സിലബസ് എന്താണെന്നുള്ളതും, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 രൂപ മുതൽ 10,000 rupees 10,000 രൂപ വരെയുള്ള സ്കോളർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ പൊസിഷനിലും വരുന്ന ആളുകൾക്ക് എത്ര രൂപ വീതമാണ് സ്കോളർഷിപ്പ് കിട്ടുക എന്നുള്ളതും അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങളെ നമ്മൾ ഇൻഫോം ചെയ്യുന്നതാണ്. അപ്പോൾ പറയാനുള്ളത് ഒരു കാര്യമേ ഉള്ളൂ, ഒരു USS എക്സാമിൽ നിങ്ങൾ ഡിലേ ആയി പോയി അല്ലെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ബാക്കായി പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഡെസ്ക് പഠിച്ചിട്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ വരാണ്ട്. NSTSE എക്സാം ഉണ്ട്, NMMS എക്സാം ഉണ്ട്, NTSE എക്സാം ഉണ്ട്, ഇങ്ങനെ ഒരുപാട് സ്കോളർഷിപ്പ് എക്സാമുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാൻ വേണ്ട ക്യാഷ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തന്നെ ഇതുപോലത്തെ എക്സാമുകളുടെ സ്കോളർഷിപ്പ് വഴി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട കംപ്ലീറ്റ് അസിസ്റ്റൻസ് നമ്മൾ തരും. അപ്പോൾ നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ നടത്താൻ പോകുന്ന എക്സാം ഏതാണ്, XandYയുടെ മാത്ത് ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷനാണ്. പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, രജിസ്റ്റർ ചെയ്തിട്ട് റെഡി ആയിരിക്കുക. നമ്മൾ ഇനി അങ്ങോട്ട് വേറെ ലെവലാവാൻ പോവാണ്. ഓക്കെ, ആൻഡ് രജിസ്റ്റർ നൗ.